നമസ്തേ. മല കയറി നേരെ വന്ന് 18ാം പടി കയറുന്നവർ ഇനി മൊബൈൽ സൂക്ഷിക്കാൻ കൂടി ലൈൻ നിൽക്കണമെന്ന്. ഇതെന്ത് തോന്നിവാസമാണ്? പമ്പയിൽ നിന്ന് വരുന്നവർ ആ ക്യൂ നിന്ന് 18ാം പടിക്ക് കയറുകയാണ് ചെയ്യുന്നത്. ആ ക്യൂവിൽ നിന്ന് മൊബൈൽ കൊടുക്കാൻ പോയി വേറൊരു ക്യൂ നിന്നാൽ എത്രത്തോളം പ്രായോഗികമാണത്? ഈ കൂട്ടമായി വരുന്ന അയ്യപ്പ ഭക്തരൊക്കെ വീണ്ടും നിന്ന് സന്നിധാനത്തിലേക്ക് കയറി ശബരീഷിനെ തൊഴുതിറങ്ങി വരുമ്പോൾ കാണുന്നതിനോ കോണ്ടാക്ട് ചെയ്യുന്നതിനോ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും. ശബരിമല സന്നിധാനത്ത് എത്തിയാൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല, വീഡിയോയോ ഫോട്ടോയോ എടുക്കാൻ പാടില്ല എന്നുള്ളത് കാര്യം തന്നെ. അങ്ങനെ ചെയ്യുന്നവരുടെ ഫോൺ പിടിച്ചെടുക്കുമെന്ന് അവിടെ ഇടയ്ക്കിടെ അനൗൺസും ചെയ്യുന്നുണ്ട്. അത് ശരിയാണ്. പക്ഷെ അതിനുവേണ്ടി താഴെ നിന്ന് ക്യൂവായി വരുന്നവർ 18ാം പടിക്ക് തൊട്ടു മുന്നേ എത്തി ഫോൺ വെക്കാൻ വേണ്ടി മാത്രം വേറൊരു ക്യൂ ഉണ്ടാക്കി തിരികെ അയ്യനെ കാണാൻ വീണ്ടും ക്യൂ നിൽക്കുക എന്നുള്ളത് അപ്രായോഗികം തന്നെയാണ്. മൊബൈൽ ഫോൺ കയ്യിൽ സൂക്ഷിക്കരുത് എന്ന് പറയുന്നത് അയ്യപ്പ സന്നിധി പോലെയുള്ള ഒരു സ്ഥലത്ത് ഭക്തരെ ഏറെ അത് ബുദ്ധിമുട്ടിലാക്കും. ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്നത് വളരെ കൃത്യമാണ്. പക്ഷെ അതിനുവേണ്ടി ഇങ്ങനെ ഒരു നയം സ്വീകരിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. മൊബൈൽ ഉണ്ടെങ്കിൽ മാത്രമേ തിരിച്ചു വരുമ്പോൾ ഡ്രൈവറെ വിളിക്കാനോ അറിയിക്കാനോ പറ്റുകയുള്ളൂ. ഫോട്ടോ എടുക്കുന്നതും ഉപയോഗിക്കുന്നതും നിരോധിക്കട്ടെ, അത് നല്ലത് തന്നെ. എന്നാൽ മൊബൈൽ വാങ്ങി വെക്കാൻ വേണ്ടി കൗണ്ടർ തുറക്കും എന്ന് പറയുന്നത് എത്രത്തോളം പ്രായോഗികം ആണ് എന്നുള്ളതാണ് വിഷയം.